പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ചിങ്ങള പഞ്ചായത്ത് 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അഭയം ഡയാലിസിസ് സെന്ററിലെ പരിതാപകരമായ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിലെ ജലസ്രോതസ്സുകൾ മുഴുവനും മലിനമാക്കി നാടിലെ ജനജീവിതം പാടെ താറുമാറാക്കിയ അഭയം സെന്ററിനെതിരെ നാട്ടുകാർ 175 ദിവസമായി സമരത്തിലാണ്. കലക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടും രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല എന്ന പേരിൽ സ്റ്റോപ്പ് ചെയ്യാതിരുന്ന ഈ അഭയം സെന്ററിന് താൽക്കാലികമായി രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി താൽക്കാലിക ഒരു ടാങ്ക് സ്ഥാപിച്ച് ജലം ഭൂമിയിലേക്ക് ഇറക്കാതെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ഒരു അനുവാദം കൊടുത്തിരുന്നു. അതിനുവേണ്ടി സ്ഥാപിച്ച ടാങ്കുകളാണിത്. മഴയ്ക്ക് മുമ്പ് 5 മാസങ്ങൾ കഴിഞ്ഞിട്ടും, സമരം തുടങ്ങി 5 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനോ ഈ അഭയം സെന്റർ നിർത്തിവെക്കാനോ അധികാരികൾ തുനിയുന്നില്ല. ഇന്നത്തെ ഈ അവസ്ഥ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഡയാലിസ് ചെയ്യുന്ന ജലം മുഴുവനും മഴവെള്ളത്തിൽ കലർന്ന് അത് പറമ്പിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും മറ്റുള്ള കിണറിലേക്കും ഒഴുകി നാട് വളരെ ദുരിതപൂർണമായ അവസ്ഥയിലാണ് കഴിഞ്ഞു പോകുന്നുള്ളത്. നാട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ നാട്ടുകാർക്ക് അഭയസ്ഥാനം ഉണ്ടാക്കുക, ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സംഘടിച്ച് അഭയം ഇവിടെ പ്രവർത്തിക്കുന്ന ധാർഷ്ട്യമുള്ളവർ നാട്ടുകാർക്ക് ഒരു ബദൽ സംവിധാനം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നാട്ടുകാരെ മാറ്റി പാർപ്പിക്കുക. അതല്ലെങ്കിൽ അഭയം അടച്ചുപൂട്ടുക. അതല്ലെങ്കിൽ നാട്ടുകാർക്ക് വേറൊരു പോം വഴിയുമില്ല. 5 മാസമായി വളരെ ക്ഷമയോടെയാണ് നാട്ടുകാർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്കൊരു പോം വഴി ആരും പറഞ്ഞു തരാൻ ആരുമില്ലേ? ഇത് കേരള സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നവരെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.